നമ്മളുടെ ഈ കേരളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അപകടത്തിൽ നിൽക്കണേണ്. ഞാൻ പറഞ്ഞ ഫിനാൻസ് അങ്ങനത്തെ പൊളിറ്റിക്കൽ പരമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നല്ല പറയണത്. ജിയോഗ്രഫിക്കലി വലിയൊരു അപകടത്തിൽ നിൽക്കണേണ്. കേരളം മാത്രമല്ല, ഇന്ത്യൻ്റെ വെസ്റ്റേൺ ഗാട്സ് മൊത്തം അപകടത്തിലാണ്. കാരണം എന്ന് വെച്ചാൽ ആഫ്രിക്കയിൽ ഇപ്പോൾ കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്രിക്കൻ കോണ്ടിനെന്റ് രണ്ടായിട്ട് പിളർന്നുകൊണ്ടിരിക്കുന്നതാണ്. മറ്റേ ടെക്ടോണിക് പ്ലേറ്റ്സ് എന്നൊക്കെ പറഞ്ഞൊരു പണ്ട് ഉണ്ടായില്ല, ആ സംഭവം ഒന്നുകൂടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതായത് ന്യൂബിയൻ പ്ലേറ്റും സൊമാലിയൻ പ്ലേറ്റ് എന്നും പറഞ്ഞ് രണ്ട് രീതിയിൽ അതിങ്ങനെ പിളർന്നുകൊണ്ടിരിക്കുന്നതാണ്. എന്താ സംഭവിക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൊമാലിയൻ പ്ലേറ്റ് ഇതുപോലെ പിളർന്ന് വെള്ളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് പതുക്കെ നമ്മളുടെ ഇന്ത്യയിലേക്ക് ആണ് ഇത് വന്ന് ടച്ച് ചെയ്യാൻ പോണത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്, ഇത് വെസ്റ്റേൺ ഗാട്സിൽ ഗുജറാത്ത്, മുംബൈ, നമ്മളുടെ കേരളം, അങ്ങനെ വെസ്റ്റേൺ ഗാട്സിലുള്ള ഏരിയയിലേക്ക് ഈ സൊമാലിയൻ പ്ലേറ്റ് വന്നിട്ട് ഇടിക്കുമ്പോൾ സംഭവിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടിക്കുന്ന ഇമ്പാക്റ്റിൽ ഈ ഭാഗങ്ങൾ മൊത്തം ഇങ്ങനെ ഇടിക്കുമ്പോഴത്തേക്കും ഈ സോയിൽ ലാൻഡ് മൊത്തം ഇങ്ങനെ മൗണ്ട് എവറസ്റ്റിനേക്കാളും പൊക്കത്തിലേക്ക് മല അങ്ങോട്ട് ഫോം ചെയ്യും. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം ടിബറ്റ് പോലെ സ്നോ ആണ്. നമ്മളുടെ ഈ ഏരിയ മൊത്തം മഞ്ഞായി പോകും. അതിൽ ഭാഗ്യം ഉണ്ടെങ്കിൽ കുറച്ചൊരു സർവൈവ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാം പോകും. മഞ്ഞ് നമ്മളെ ഇടിച്ച് മുകളിലേക്കുണ്ട്, നോർത്ത് പോളിലേക്ക്. അതായത് നോർത്ത് പോൾ സൗത്ത് ഒന്നല്ല, ഇപ്പൊ ഒരു ലാൻഡിലേക്ക് വേറൊരു ലാൻഡ് വന്നിങ്ങനെ ഇടിക്കുമ്പോഴത്തേക്കും ഈ ഇടിക്കുന്ന കൊളീഷനിൽ ഈ മണ്ണിങ്ങനെ പൊക്കത്തേക്ക് പോകുമല്ലോ. ഇതിങ്ങനെ അങ്ങനെയുള്ള മലകൾ ഉണ്ടായേക്കണത്. ഇതിങ്ങനെ പൊക്കത്തേക്ക് പോകുമ്പോഴത്തേക്കും മൗണ്ട് എവറസ്റ്റിനേക്കാളും ഹൈറ്റ് എബോ സീ ലെവലിലേക്ക് ഈ മല പൊങ്ങുമ്പോഴത്തേക്കും ഈ ഭാഗം മൊത്തം മഞ്ഞാവും, തണുപ്പ് കൂടും. തണുപ്പ് കൂടിയിട്ട് മൊത്തം, അതായത് ടിബറ്റില്ലേ മൊത്തം ഐസാണല്ലോ, അതുപോലെ നമ്മുടെ ഓഷ്യൻസ് വരെ ഐസായിട്ട് മാറിപ്പോകും. മുല്ലപ്പെരിയാറൊക്കെ മാറ്റി വെച്ചു, അതൊക്കെ വേറെയാണ്, അപകടങ്ങളാണ്. ഇത് മേജർ അപകടം വരാനിരിക്കുന്ന സോഫാർ തിയറിയിലുള്ള കാര്യമാണ്. എനിക്കൊന്നും പറയാനില്ല.